ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് ഇയർബഡ് അതാണ് ഇതിന്റെ കയ്യിലിരിക്കുന്ന ബഡ്സ് ട്രൂപ്പർ. 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഇത് ഫസ്റ്റ് സെയിലിന് തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഗെയിമിംഗ് ഇയർബഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നോയ്സിന്റെ ബഡ്സ് ട്രൂപ്പർ മേടിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷതകളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സ് ബഡ്സ് ട്രൂപ്പർ. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഐക്കോണിക് വൈസർ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഹെൽമെറ്റിലൊക്കെ ഉള്ള ഒരു വൈസർ ഉണ്ടല്ലോ, അതേപോലത്തെ ലുക്കാണ്. നോയ്സിന്റെ ലോഗോ മുന്നിലുണ്ട്, 3 LED ഇൻഡിക്കേറ്റേഴ്സ്, ബ്രീത്തിങ് LED ഇൻഡിക്കേറ്റേഴ്സ് മുന്നിൽ തന്നെ കാണാം. പിറകിലൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. പിന്നെ ഇതൊരു മാറ്റ് ഫിനിഷ് കേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ റഫ്യൂസ് ചെയ്താൽ പോലും സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഇതിന് കേസ് കവർ വേണമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് ഇയർബഡാണ്, ആ ഒരു ഭംഗി നിലനിർത്താനായിട്ട് കേസ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിന്റെ കേസ് വേണമെങ്കിൽ നമ്മുടെ ദീപ് സ്റ്റോൾ, ഇൻസ്റ്റലുള്ള ദീപ് സ്റ്റോളിൽ പോയി നോക്കൂ, അവിടെ അവൈലബിൾ ആണെങ്കിൽ ഇതിന്റെ തരാം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ വേറെ ബഡ് ആണെങ്കിൽ പോലും അതിന്റെ പ്രീമിയം ക്വാളിറ്റി കേസ് കവർ ആണെങ്കിലും നോർമൽ ക്വാളിറ്റി കേസ് കവർ ആണെങ്കിലും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് അവിടെ തരാം. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ് ടു 45 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസ് എന്ന്. കൂടാതെ ഇൻസ്റ്റാ ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി, 150 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം നിന്ന് കിട്ടുന്നതാണ്. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇയർബഡ് അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും അതിന് മുന്നേ ഈ ലിഡ് ക്വാളിറ്റി പറയണമല്ലോ, അത്യാവശ്യം നല്ല സ്ട്രോങ് ലിഡ് ആണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. 1000 രൂപയ്ക്കാണെങ്കിൽ പോലും അതൊക്കെ മേലുള്ള ഒരു ക്വാളിറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ ആ ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരെടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കാരണം ഇതിനകത്ത് ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉണ്ട്. പിന്നെ ആ ഒരു കണക്ടിവിറ്റി നല്ല രീതിക്ക് സ്ട്രോങ് ആക്കുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. ഇനി ഇയർബഡുകളിലേക്ക് വരാണെങ്കിലും ഇവിടെയും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ആക്ച്വലി ഈ ബഡുകളും കാണാൻ സാധിക്കുക. നോയ്സിന്റെ ലോഗോ പറകിലുണ്ട്, കൂടാതെ LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ ആ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ലിഡോട് കൂടി വരുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രസമുണ്ട് ഓവറോൾ ഒരു ലുക്കിൽ കാണാനായിട്ട്. പിന്നെ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഈ ബഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടുമെന്ന് കമ്പനി എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു LED ഇൻഡിക്കേറ്ററിന്റെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. ജസ്റ്റ് ഒരു 1 ടാപ്പ് വലുതിൽ ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും, ഇടതിൽ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ട് വോളിയം ഡൗൺ ആവുന്നതാണ്. കൂടാതെ വലത്തിലാണെങ്കിലും ഇടതിലാണെങ്കിലും ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിക് പ്ലേ ചെയ്യുന്നെങ്കിൽ അത് പോസ് ആവും. കൂടാതെ വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് പ്ലേ ആവും. ഇനി ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ അത് അങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. ഇനി ടാപ്പ് ആൻഡ് ഹോൾഡ് ഇപ്പോൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഒരു ഗെയിമിംഗ് മോഡ് അല്ലെങ്കിൽ മ്യൂസിക് മോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ഓവർ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. എന്താ പറയുക, നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. സോ ചെറിയൊരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ മൂവീസ് കാണുക, ഒരാടത്ത് മിണ്ടുമ്പോഴത്തേക്കൊന്നും ആ ഒരു ക്രൗഡ് ഭയങ്കര വലിയ രീതിക്ക് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അത്രയ്ക്കും നല്ലൊരു ഡിസൈനാണ് ആക്ച്വലി ഇവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷനെ കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങോട്ട് എടുത്ത് പറഞ്ഞത്. പിന്നെ ഇതിൽ കണ്ട ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇരുന്നിട്ട് ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോഴും മൂവീസ് കാണുമ്പോഴും ഇനി അതല്ല വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നടക്കുവാണെങ്കിലും ഒരു പ്രശ്നമില്ല, വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെവിയിൽ ഇരിപ്പുണ്ട്. എന്നാൽ നിങ്ങൾ കിടന്നിട്ട് ഇപ്പോൾ മൂവീസ് ഒക്കെ കാണുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോപ്പ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ വീണ്ടും അങ്ങോട്ട് ചെവിയിലേക്ക് കുത്തി കയറ്റി വെക്കേണ്ട ഒരു പ്രവണത നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. പിന്നെ കിടന്നിട്ട് നമ്മൾ മൂവീസ് ഒന്നും കാണുന്നത് ഭയങ്കര വലിയ നല്ലതൊന്നും അല്ല കേട്ടോ ഹെൽത്തിന്. പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് മാത്രം ഇതങ്ങോട്ട് വാങ്ങിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയ്സ് ബഡ്സ് ട്രൂപ്പറിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻഡോറിൽ. ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളും നമുക്ക് 2 മൈക്ക് വീതം കാണാം. ഞാൻ എന്തായാലും നോർമലാണ് സംസാരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഗെയിമിംഗ് എന്നുള്ള മാത്രമല്ല, ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടിയും മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾ ഒരാളെ വിളിക്കുമ്പോൾ കിട്ടുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതിന്റെ മൈക്ക് ക്വാളിറ്റിനെ കുറിച്ചിട്ട് ഉറപ്പായിട്ടും വീണ്ടും കമന്റ് ആക്കണേ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിലും. പിന്നെ ഇതിനകത്തുള്ള ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. കൂടാതെ നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളതാണ്. പൊതുവെ ഗെയിമിംഗ് ഇയർബഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടൊക്കെ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം ഇറക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. പിന്നെ ആ ഒരു കുറച്ച് മോണോ ഔട്ട്പുട്ട് ആയിരുന്നു അവിടേക്ക്
വരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഇത് വാങ്ങിച്ചാൽ പോലും ഇപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്നില്ല, മ്യൂസിക്കിന് വേണ്ടി മാത്രമാണെങ്കിൽ പോലും വർത്ത് ആയിരിക്കും. അത്രയും നല്ലൊരു ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷൻ ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആക്ച്വലി ഈ ഒരു ട്രൂപ്പർ തരുന്നുണ്ട്, പ്രത്യേകിച്ച് 1000 രൂപയ്ക്ക്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഹെവി വർക്കൗട്ട് ചെയ്ത് വിയർക്കുന്ന ഒരാളാണെങ്കിലും, ഇനി അതല്ല നമ്മൾ ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു ഡ്രിസിലിംഗ് ഉണ്ടെങ്കിൽ പോലും ഇത് വെച്ചുകൊണ്ട് പോയാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഇതിനകത്ത് IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ആണുള്ളത്. കൂടാതെ 1 വർഷം നമുക്ക് ഇതിന് വാറന്റി ഉണ്ട്. ഇനി നമ്മുടെ 40 ms അൾട്രാ ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫയർ ചെയ്തിട്ട് അങ്ങോട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക്, ട്രിഗറിന് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു സൗണ്ട് സിംഗിൾ ഷോട്ട് പക്ക. ഒന്നുകൂടി സ്പ്രേ ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. എന്തായാലും ഞാൻ നമ്മുടെ SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് ഈ 40 ms ഓൺ ആക്കിയത്. സോ 40 ms മാക്സിമം ഔട്ട്പുട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഗെയിം ഒക്കെ കളിക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു നോയ്സ് ബഡ്സ് ട്രൂപ്പറിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. 1000 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമല്ലോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഒരു ഓവറോൾ പെർഫോമൻസിന് വേണ്ടി, അതായത് മ്യൂസിക് കേൾക്കാനാണെങ്കിലും മൂവീസ് കാണാനാണെങ്കിലും, ഇനി അതല്ല ഗെയിം കളിക്കാനാണെങ്കിലും, കൂടെ നിങ്ങൾ ആ ഒരു ഓൾറെഡി കേട്ട ആ ഒരു മൈക്ക് ക്വാളിറ്റി ഉണ്ടല്ലോ, അതിനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വർത്ത് ബൈങ് ആണ്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞെങ്കിൽ ആ ഒരു 1000 രൂപയ്ക്ക് നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. പിന്നെ ആകെ പറയാൻ പറ്റുന്ന ഒരു ഡ്രോബാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ കണക്ക്, നമ്മൾ കിടന്നിട്ട് മൂവീസ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെവിയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് കയറ്റേണ്ട ഒരു അവസ്ഥ വരും. അതർവൈസ് ഒരു കുഴപ്പമില്ല, നമ്മൾ ഇരുന്ന് കാണുന്നെങ്കിലും ഇനി അതല്ല വർക്കൗട്ട് ചെയ്താലും ആ ഒരു വെയറിംഗ് കംഫർട്ടൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ നോയ്സ് ബഡ്സ് ട്രൂപ്പറിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. കാരണം നിങ്ങളുടെ ഓരോ കമന്റുകളാണ് അടുത്ത വീഡിയോ എനിക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു കീ പോയിന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റുകൾ ഇടുക. അതേപോലെ തന്നെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.